ഹലോ, നമ്മൾക്കിന്നൊരു ഗെറ്റ് വിത്ത് മീ ആയാലും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ ഉമ്മയുടെ കാതിൽ 2 കമ്മലുണ്ട്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ അക്കച്ചിയുടെ കാതിലും ഒരു കമ്മലും കൂടെ വന്നു. എനിക്കെന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കാത് കുത്തുന്ന കാര്യം. എൻ്റെ കുറച്ച് കൂട്ടുകാരും അവരും ഒക്കെ ഇങ്ങനെ കാതൊക്കെ കുത്തിയിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കാത് കുത്തിയിട്ടുണ്ട്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാത് കുത്തണമെന്ന്. അങ്ങനെ ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് കാത് കുത്താൻ പ്രായമായിട്ടില്ല, പ്രായമാകുമ്പോൾ കുത്തിത്തരാം. അപ്പം പ്രായമാവുന്നതിൻ്റെ കാര്യമൊന്നുമല്ല, കാര്യം എൻ്റെ ചേച്ചി അക്കച്ചി 5 വെച്ചാണ് കാത് കുത്തിയത്. 5 ഓണം വെക്കേഷനാണ് കാത് കുത്തുക. അപ്പം അപ്പോഴേ കുത്തി തരത്തുള്ള സാരം. അപ്പം ഇങ്ങനെ കുറേ നാളത്തിന് കാത്തിരിപ്പിന് ശേഷം 5 ഓണം വെക്കേഷനായ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി കാത് കുത്തി. കാര്യം എനിക്ക് അത്ര നാളും വെയിറ്റ് ചെയ്ത് മതി, പിറ്റേ ദിവസം കൂടി എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ആ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി കാത് കുത്തിയപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, സന്തോഷമൊക്കെ ആയാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ കാത് പഴുക്കാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി പഴുപ്പ് നിൽക്കാത്തതുകൊണ്ട് ഉമ്മച്ചി എണ്ണയും ഉപ്പും കൂടെ ചൂടാക്കി എനിക്ക് കാതി വെച്ച് തന്നിട്ട് ഈ ഇതൊന്നും ആറാത്തതുകൊണ്ട് അപ്പുറത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് കാതിൽ സ്വർണ്ണക്കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തുവാക്കി സ്വർണ്ണക്കമ്മൽ ഇടാൻ തുടങ്ങി. സ്വർണ്ണക്കമ്മൽ എടുത്തിട്ടിട്ട് കുറച്ച് ആൾ പിന്നെ വേദനയില്ലാതൊക്കെ പോയതിന് ശേഷം കുറച്ച് ആൾ കഴിഞ്ഞപ്പം എൻ്റെ ഒരു കാതിലെ കമ്മലിന് ആണി കാണയില്ല. അങ്ങനെ വീട്ടിൽ മൊത്തം തപ്പി തിരക്കിയിട്ടൊന്നും ഒരു സ്ഥലത്തും കാണയില്ല. ഇങ്ങനെ ഞാൻ കാതിനിങ്ങനെ പുറകിൽ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പം എൻ്റെ കാതിൻ്റെ പുറകെ ആണിയുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ ഈ ഉമ്മച്ചിയോട് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് അപ്പം ദശയുടെ ഉള്ളിലാണ് ആണി, വെളിയിലല്ല, ദശ കയറി മൂടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേടിയായ കാര്യം. ഒരു ബാക്കിലൊരു ഹോള് പോലും ഇല്ല, ഇങ്ങനെ വെളിയിലെടുക്കും. കാര്യം ഒരു മൈന്യൂട്ടായിട്ടൊരു ഡോട്ട് പോലെ ഉള്ളൂ. അപ്പം ഉമ്മച്ചി ഈ കാത് പിടിച്ചിട്ട് ഒരൊറ്റ ഞെക്കിയപ്പം പെട്ടെന്ന് ആണി വെളിയിലോട്ട് വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാര്യം എൻ്റെ അത്രയും നാളത്തെ ആഗ്രഹമാണ് അവിടെ ഒരു ഇതായി കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ വെച്ചത് പറ്റത്തില്ല, ഇനി ഇത് ഊരിക്കളയണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാത് കുത്തുമ്പോൾ ഈ തട്ടാനും വിട്ടാനും വലിക്കാനും ഒന്നും പോകാതിരിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചിലവരുടെ കാത് പെട്ടെന്ന് ഹീലാവും, ചിലരുടെ കാത് പെട്ടെന്ന് ഹീലാവത്തില്ല. അതൊക്കെ നോക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് കാത് സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത കാതിൻ്റെ കഥ വേറൊരു ദിവസം കാണാം. ബൈ.